ബ്രിട്ടന്റെ പൊതുജനാരോഗ്യ സംവിധാനമായ നാഷണൽ ഹെൽത്ത് സർവീസ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് നിയന്ത്രിക്കാൻ ബ്രിട്ടൻ സർക്കാർ ചില പ്രധാന മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടൻ ചെലവു ചുരുക്കലിന്റെ ഭാഗമായി അവരുടെ ആരോഗ്യ മേഖലയിലെ ചെലവിന്റെ 50% വെട്ടിക്കുറയ്ക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. പക്ഷേ NHSലെ ചില സേവനങ്ങൾ പുനഃസംഘടിപ്പിക്കാനും ചില ജോലികൾ ഇല്ലാതാക്കാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ NHSലെ ആരോഗ്യ മേഖലയുടെ ഭാഗമായ തൊഴിലുകൾ ഇല്ലാതെയാകുമ്പോൾ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള അനേകായിരം കുടിയേറ്റക്കാരെ അത് കാര്യമായി തന്നെ ബാധിക്കാൻ ഇടയുണ്ട്. NHS ഇംഗ്ലണ്ട് നിലവിൽ ബ്രിട്ടനിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലകളിൽ ഒന്നാണ്. ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെയായി ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികൾ ഇതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബ്രിട്ടൻ തങ്ങളുടെ ആരോഗ്യ മേഖല കൂടുതൽ കാര്യക്ഷമമാക്കാൻ വിവിധ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ NHS തന്ത്രപരമായ ചെലവ് കുറയ്ക്കലുകൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമായും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, മാനേജ്മെന്റ് വിഭാഗം എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്കാണ് തൊഴിൽ നഷ്ടമാകാൻ സാധ്യതയുള്ളത്. എന്നാൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇത്തരം തൊഴിൽ വെട്ടിച്ചുരുക്കലുകൾ ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. NHS നേരിടുന്ന പ്രതിസന്ധികൾക്ക് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്, ബ്രിട്ടനിലെ ജനസംഖ്യയിൽ 65 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം തീവ്രമായി കൂടുന്നു. ഇവർക്കുള്ള ചികിത്സയ്ക്കായി കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ മാറ്റിവെക്കേണ്ട അവസ്ഥയാണുള്ളത്. അതേസമയം ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഫല വർധനയും മറ്റൊരു പ്രധാന പ്രശ്നമായി തുടരുന്നു. ശമ്പളങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ആരോഗ്യ മേഖലയിൽ പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും വൻ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കൂടാതെ പുതിയ മരുന്നുകൾ, ചികിത്സാ രീതികൾ എന്നിവയും ആരോഗ്യ പരിരക്ഷയ്ക്ക് കൂടുതൽ ചെലവ് വർദ്ധിപ്പിക്കുന്നു. NHS ഇംഗ്ലണ്ട് നോൺ ക്ലിനിക്കൽ ജോലികൾ കുറയ്ക്കാനാണ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ NHS ട്രസ്റ്റുകൾ അവരുടെ മാനേജ്മെന്റ് വിഭാഗങ്ങളിൽ നിയമനം നടത്തിയവരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. ഇത് പ്രധാനമായും കെയർ ഹോംസ്, അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളെയാകും ബാധിക്കുക. എന്നാൽ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം പ്രധാനമായ ക്ലിനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നേരിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റുകൾ സുതാര്യമാക്കുന്നതിൽ NHS കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ പുതിയ നിയമനങ്ങൾക്കുള്ള സാധ്യത കുറയുകയാണ്. ഇന്ത്യക്കാർക്ക് ഇത് എത്രമാത്രം പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമ്പോൾ NHSൽ ജോലി ചെയ്യുന്നവരിൽ ഇന്ത്യക്കാരുടെ പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. ബ്രിട്ടന്റെ ആരോഗ്യ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്ന തൊഴിലാളികളിൽ ഒരു പ്രധാന പങ്ക് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ ഡോക്ടർമാരും നഴ്സുമാരും ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നുണ്ട്. 2023 മാത്രം 10,000-ലധികം ഇന്ത്യക്കാരാണ് NHSൽ നിയമനം നേടിയത്. NHS ചില മേഖലകളിൽ കുറവുകൾ വരുത്തിയാൽ പുതിയ തൊഴിലവസരങ്ങൾ കുറയാനും നിലവിലുള്ള തൊഴിലാളികൾ കൂടുതൽ സമ്മർദ്ദം നേരിടാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പഠിക്കാൻ പോകുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഈ മാറ്റങ്ങൾ ആശങ്കയുണ്ടാക്കും. NHS ഒരു പ്രധാന തൊഴിൽ സ്ഥാപനമായതിനാൽ ബ്രിട്ടനിൽ പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. അതേസമയം NHS കൂടുതൽ സ്വകാര്യവൽക്കരണത്തിന്റെ സാധ്യതയിലേക്ക് നീങ്ങുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അങ്ങനെ വരുമ്പോൾ സേവന നിലവാരം മെച്ചപ്പെട്ടേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. NHSലുള്ള ഈ മാറ്റങ്ങൾ ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയും മറ്റു കുടിയേറ്റക്കാരെയും ബഹുദൂരം ബാധിക്കും. NHS സേവനങ്ങൾ തകരാറിലാകുമ്പോൾ പൊതുജനാരോഗ്യത്തിന് സാരമായ പ്രത്യാഘാതമുണ്ടാകാം. ഇപ്പോൾ തന്നെ NHSൽ കാത്തിരിപ്പ് സമയങ്ങൾ വളരെ കൂടുതലാണ്. ചില ശസ്ത്രക്രിയകൾക്കോ പ്രധാനമായ ചികിത്സകൾക്കോ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. NHS ചില സേവനങ്ങൾ വെട്ടിക്കുറച്ചാൽ ഈ കാത്തിരിപ്പ് സമയങ്ങൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും മറ്റുള്ള കുടിയേറ്റക്കാർക്കും ഇത് വലിയൊരു പ്രശ്നമായേക്കാം. NHSന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കാൻ ബ്രിട്ടൻ സർക്കാർ ഇപ്പോൾ കൈക്കൊള്ളുന്ന മറ്റൊരു മാർഗം ആരോഗ്യ പരിരക്ഷയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തലാണ്. പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ, ടെലിമെഡിസിൻ, AI ഉപയോഗിച്ച് ഡയഗ്നോസിസ് മെച്ചപ്പെടുത്തൽ തുടങ്ങിയ സമീപനങ്ങൾ NHS കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും NHSന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് മാത്രം പോരാ. NHSലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബ്രിട്ടൻ സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യക്കാരായ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ
ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ മത്സരങ്ങൾ നേരിടേണ്ടി വരും. NHS സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ നൽകിയിരുന്ന ചില സേവനങ്ങൾ ഇനി കൂടുതൽ ചെലവേറിയതാകാം. NHSനെ മെച്ചപ്പെടുത്താൻ ബ്രിട്ടൻ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ബ്രിട്ടനിലെ ആരോഗ്യ പരിരക്ഷ സമ്പൂർണ്ണമായി പുനഃസംഘടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. NHSൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അടുത്ത കാലത്ത് വലിയ മാറ്റങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ ബ്രിട്ടനിൽ ആരോഗ്യരംഗത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും താമസിക്കുന്നവർക്കും ഈ പുതിയ സാഹചര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ആവശ്യമാണിപ്പോൾ.